ഞങ്ങളുടെ ആരാധകരെ, ഞങ്ങളുടെ പരിപാടിയുടെ ഇടയ്ക്ക് പൊന്നാട, ചെണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവ നൽകി ഞങ്ങളെ വീർപ്പ് മുട്ടിക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. രാത്രികളെ പകലുകളാക്കി, പകലുകളെ രാത്രികളാക്കി, ഏകാഗ്രതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ലഘുനാടകത്തിന് പണ്ടെങ്ങോ കണ്ടു മറന്ന മറ്റേതോ പരിപാടിയുമായി സാമ്യം തോന്നിയാൽ അത് യാദൃച്ഛികം മാത്രമാണ്. ഞങ്ങൾ തുടരട്ടെ ഒരു വേളാങ്കണ്ണി യാത്ര. എന്റെ കുടുംബത്തിൽ എന്റെ മക്കളെ എല്ലാവരും യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അമ്മേ മാതാവേ, കാണിച്ചില്ലല്ലോ, കുറിച്ച് കളിക്കോ കേട്ടോ. എന്റെ അമ്മേ, എന്റെ മകന് 8 വർഷം പഴക്കമുള്ള മദ്യപാനോ പ്രാർത്ഥനയാണോ അതോ സർക്കസ് ആണോ? എന്തുവായിട്ട് ആത്മശാന്തി കിട്ടണോ? മനസമാധാനത്തോട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുമോ? എന്റെ പിതാവേ, എന്റെ വിളങ്ങിനി മാതാവേ, അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 8 വർഷം പഴക്കമുള്ള മദ്യപാനമാണ് അമ്മ മാറ്റി തന്നത്. ആ മകനെ അമ്മയുടെ നടയിൽ കൊണ്ടത് മൊട്ടയടിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആ യാത്രയ്ക്ക് അമ്മ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞങ്ങൾ നേർച്ച അമ്മ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരാളുടെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കണം. സത്യസ്നായടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അറിയില്ലേ? അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ തീരുമാനം സ്വർഗത്തിലേക്ക് പോകും. ആ കോഴിക്കോടോ വേളാങ്കണ്ണിക്കാൻ പോകുന്നു. കോഴിക്കോട് കോഴിക്കോടിന്റെ കാര്യം പറയുന്നില്ല. ആ കോഴിക്ക് നീക്കി കൊടുക്കാൻ മേലെ നീ പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ മറിയമേ, അഗ്രേന്ത്യമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി അപ്പനോട് അപേക്ഷിച്ചിരണേ അമ്മ മാതാവേ. ആ കഞ്ഞി തവച്ച് കൊന്നു അവിടെ കഞ്ഞി അടുക്കള ചാച്ച കൊന്നു കണ്ടോ? എന്താണ് ആ ചെറുക്കൻ കള്ളുപൊടി നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ആ കള്ളുപൊടി നിർത്തിയത്? നേരത്തെ നീയാണോ വേളാങ്കണ്ണിക്ക് നമ്മുടെ മുടിയെടുക്കാൻ നേരത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മ എനിക്ക് എല്ലാം നേടി തന്നിട്ടുണ്ട്. അമ്മയെ എന്റെ പൊന്നമ്മയെ, എന്റെ വേളാങ്കണ്ണി അമ്മ, എനിക്ക് ഒരു കാര്യം അമ്മയോട് പറയാനുള്ളത്. അവനെ ഇവിടുന്ന് രാവിലെ കുടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സുഖു, രഞ്ജിത്ത്, ദിനേശ്, ഇവന്മാരുടെ എല്ലാം മണ്ടേത് ഇടുക്കി വീഴണേ. മണ്ടേ മാത്രമാകണ്ട, സന്ദേശമൊക്കെ ഇടുക്കി വീഴണേ. ആഴ്ച ഒരു ദിവസം പോലും ഇവന്മാർ കടമൊക്കെ എന്നെ ഇറക്കി വിളിച്ചോണ്ട് പോയി. എന്റെ അമ്മ മാതാവേ, എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ആ മകൻ ഇതുവരെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല. അമ്മേ, ആ മകന് സ്വന്തത്തിൽ കൊടുക്കണേ അമ്മേ. അവന്റെ തടി പിശാച് കയറിയിട്ട് അമ്മേ, അമ്മയുടെ വലിയ കരണമുണ്ട്. അവനുള്ള പിശാച് അമ്മയുടെ വലിയ കരണമുണ്ട്. വിട്ടുപോട്ടെ, ഭീഷണിപ്പെടുത്തുക. വിട്ടുപോട്ടെ, പിശാച് വിട്ടുപോട്ടെ. സണ്ണിച്ചിലുള്ള പിശാച് വിട്ടുപോട്ടെ. വലിയ പോട്ടെ, വിട്ടുപോട്ടെ, വിട്ടുപോട്ടെ, പിശാച് വിട്ടുപോട്ടെ. അത് കൊള്ളാലോ. ഒരുങ്ങി വരാനായിട്ട് വിട്ടുപോട്ടെ. ഞാൻ പോവാ. അമ്മച്ചി പ്രാർത്ഥിച്ച് നിന്നിലുള്ള പിശാച് വിട്ടുപോട്ടെ നാടാ. അതൊക്കെ നീ എന്നാ വർത്താനം പറയുന്നത്? ഈ പോലെ നല്ല ഏതെങ്കിലും പിശാചിയോടെ വന്നിരിക്കൂ. അപ്പോഴാണ് ജീവൻ വിട്ടു പോകത്തില്ലയോ? എന്നാ പോലെ പാടായത് ഇച്ചിരി വൃത്തിയുമായിക്കൊക്കെ നടക്കാൻ പഠിക്കുക കേട്ടോ. സ്റ്റൈലല്ലേ? എന്താ സ്റ്റൈല്? അന്യൻ. ഈ സ്റ്റൈലോട്ട് ഇനി നടന്നാൽ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമാണ് അന്യനാണ്. ഭർത്താവ് പറഞ്ഞിരിക്കുന്ന സ്വന്തം വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് അറിയാമോ? ആണോ? അതൊരു രാത്രി അമ്മ അപ്പം ചുടുന്ന എന്നെ ഒന്ന് വിളിച്ചാൽ എന്നാ ഞാൻ വേർപ്പ് കൊണ്ടാവില്ല. എന്നിട്ട് അപ്പം തിന്നാൻ എന്റെ വേർപ്പ് അപ്പത്തിന്റെ പോയി മര്യാദക്ക് ഈ മുടി ഇറക്കി നമുക്ക് നേർച്ച നടത്തണം. നിന്റെ അമ്മ നേർന്നതാണ്. അപ്പൊ ഈ മുടി ഇറക്കി കഴിഞ്ഞാൽ നീ ഒരു കല്യാണമൊക്കെ ഞാൻ നടത്തി തരാം കേട്ടോ. അമ്മ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്ന വെച്ചാൽ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകും. അത് കഴിഞ്ഞ് ട്രെയിനിൽ കയറി നാഗപട്ടണം തറങ്ങും. അവിടുന്ന് ബസ്സിൽ കയറി നമ്മളൊക്കെ പോകും. പക്ഷെ അമ്മച്ചി നേർച്ച ഇറങ്ങി ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് നേർച്ച വലിക്കണമെങ്കിൽ നടന്ന് പദയാത്രയായിട്ട് പോയി
പോയില്ലേ നേർച്ച വലിക്കുള്ളൂ അറിയാമോ? അതത്രേ ഉള്ളൂ. പദയാത്രയായിട്ട് പോകാം. അപ്പൊ ഈ പദയാത്രയും ഈ തീർത്ഥയാത്രയും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്. മോനെ സന്നിക്കുട്ടി, നീ ഇപ്പൊ ഒരു പുണ്യ സ്ഥലത്തേക്ക് നടന്നിങ്ങനെ പോവുകയാണ്. കുറെ ദൂരം നടന്നു കഴിയുമ്പോ നിന്റെ വായിന്ന് പദവി അയ്യോ അതാണ് പദയാത്ര. പദ വന്നില്ലെങ്കിൽ അത് തീർത്ഥയാത്ര. അതിനാ കുറച്ചുകൂടി പുണ്യൊക്കെ കിട്ടുന്നേ. അവൻ പദയാത്രയൊക്കെ വന്നിരിക്കുന്നു. ഇതിന്റെ ഒന്ന് പോകേണ്ട ഒരു കാര്യം നമ്മളെ അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിക്കാൻ പോരാന്നല്ല. അത് അതുകൊണ്ട് നിർത്തിയല്ലോ. അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിക്കാം. നീ അച്ഛനെ വിളിച്ച് പെഞ്ചരിപ്പിച്ചിട്ട് വേണം എന്റെ തെറ്റ് ചെയ്യാൻ. പള്ളിയുടെ പണി നോക്കുക തപ്പാന്ന് ചോദിക്കും. ഈ തമിഴൊക്കെ പറയേണ്ട അങ്ങോട്ട് തമിഴ് നമുക്ക് ഈ കണക്കാനപ്പള്ളി പോയി ഒറ്റ പോലെ പള്ളിയാണോ നേർച്ച വന്നിരിക്കുന്നത്? വേറെ തന്നെ പള്ളിക്ക് മുടിയാക്കണമെന്നല്ലേ നേർച്ച വന്നിരിക്കുന്നത്? തമിഴ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജോസൂട്ടിയില്ലേ ഓട്ടോക്കാരൻ. ജോസൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നിനക്കറിയാവുന്ന ഒന്നായിട്ട് തമിഴൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വരുമെന്ന് വെച്ചാൽ വരും. ജോസൂട്ടി വന്നല്ലോ. ഇതാരെ കാണുമ്പോൾ വേറെ ചോദിക്കണമെന്ന് ഞാൻ ചോദിക്കുവാൻ ഇത് ആരൊക്കെ അറിയുന്നു? ഉറക്കാൻ പറ്റുമല്ലോ ഒരൊറ്റ വീട്ടിൽ പറ്റും. അങ്ങനെ തമിഴ്നാട്ടിലോട്ടാ പോകുന്നത്. തമിഴൊക്കെ അറിയാവോ? അതിലേക്ക് നിന്നോട് വരാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങളുണ്ടായ കാര്യമുള്ളൂ. ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ തമിഴ് പഠിച്ചു കഴിഞ്ഞിരിക്കും. നിശ്ചയമായി നമ്മൾ ഇവിടുന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുമ്പോ ഒരു പുരുഷനെയാണ് കാണുന്നതെങ്കിൽ അണ്ണി വഴക്കം അണ്ണി ഇപ്പൊ പെണ്ണുകളാണെങ്കിൽ പെണ്ണെ അണ്ണി അക്കി ഈ രണ്ടു വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു. അവിടെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നെങ്കിലാണ് തമിഴ് പറയുന്നത്. നിസാരമായിട്ട് പറയാമല്ലോ. നമ്മളിപ്പോ ഒരാണെങ്കിലാണ് കാണുന്നെങ്കിൽ അണ്ണാ കൊഞ്ച തട്ടി തരുമാ. ശരി കുഞ്ചൻ തന്നെ ചോദിച്ചാൽ കുഞ്ചനല്ലേ കിട്ടും. എവിടെ പോകുന്നുണ്ട്? വേളാങ്കണ്ണി. വേളാങ്കണ്ണി എന്തിനാ പോകുന്നു? ഇവന്റെ മുടി ഇറക്കണം. നേർച്ചയാ. അത് കല്ലൂടി കല്ലൂടി നിർത്തി വേളാങ്കണ്ണി നേർച്ച പറഞ്ഞിട്ടാ. ഇനി അവിടെ പോയി മുടിയൊക്കെ ഇറക്കി സുന്ദരനാക്കട്ടെ. തമിഴ് അറിയത്തില്ലേ? ഈ മൂച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മുഖം. അതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ. ഈ യാത്രയും അങ്ങനെ ആവുമോന്ന് എന്റെ പേടി. അപ്പൊ ഈ യാത്ര ഒരു രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ അല്ല ഈ മുറിയായിട്ട് കൃഷി ഓഫീസിൽ ചെയ്യുവാണെങ്കിൽ ചെരിച്ച് വളർത്താനുള്ള ചിലപ്പോൾ ലോൺ കിട്ടി. അതുകൊണ്ട് അവൻ വളരെ വിറ്റോ പെട്ടോ പുളിയെ നിർത്തിക്കൊണ്ട് വൃത്തി മെനക്കെട്ട് നടക്കുന്നു. ശരിയാ ഓത്തറച്ചി മറ്റേ ഒരു 4 പേർക്കുള്ള ലോൺ എടുത്തോ കളിച്ചിന് ഓത്തറച്ചി വലിയ ഇഷ്ടമാണ്. കയ്യിൽ ഇരുന്നില്ല നമ്മളൊരു 4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. പിന്നെ വേളാങ്കണ്ണി ചെന്ന് അവിടെ നിന്ന് താമസിച്ചില്ല മുടിയാക്കിയിട്ടൊക്കെ ഒരു 4 ദിവസം കഴിയും. അയ്യോ എന്റെ കോഴി പട്ടിണിയായി പോവും. ആ കോഴിനെ കൂടെ കൊണ്ടുപോകാൻ ആട്ടിനെ താറാവിനൊക്കെ എടുത്ത് വണ്ടി കയറ്റി. കേട്ടാ ഈ കോഴിയും താറാവിനെയും അവിടേക്ക് ഈ വണ്ടിക്കകത്ത് നോക്കയുടെ പട്ടകോ ജോസൂട്ടിയുടെ പട്ടകോ അപ്പച്ചി കയറി നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? ആ കൊച്ചു കൊച്ചിന്റെ റായി എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കുന്നു. മനുഷ്യനെ കൊണ്ട് കളിയേക്കാനാണോ? അതായത് മക്ക ആയില്ല രാവിലെ നാക്ക് കൊടുത്തിട്ട് അഗ്നിയിൽ എടുത്തു എനിക്കൂടെ തരുമോ?
കാര്യം ഓർക്കുന്നത്. എന്റെ മൂത്ത ചേട്ടൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, പട്ടാളത്തിലായിരുന്നു. ഒരു പ്രാവശ്യം ലീവിന് വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പാളം ക്രോസ് ചെയ്തപ്പം പാളത്തിന് നടുക്കെത്തിയപ്പോ ഈ അറ്റൻഷൻ കേട്ടു. പഴയ പട്ടാളക്കാരല്ലേ, അറ്റൻഷൻ അടിച്ച് ഒന്നിന് ഒറ്റ നിപ്പാൻ കൊള്ളാ കയറി ഇറങ്ങിയാണ് പോയി. വീട്ടിൽ കണ്ട ഓടിയ പോട്ടിട്ട് തിരിച്ചു ചൂപ്പാട് തീർന്നു. ഇങ്ങനൊക്കെ ഇരിക്കുക. എവിടെ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കാം. അത് ശരിക്കും ശരിക്കും അത്യാവശ്യമായിട്ട് നീ ഓട്ടോ ഒന്ന് വീട്ടോട്ടൊന്ന് വിടണം. അതെങ്ങനെ ബൈബിളെടുക്കാൻ വിട്ടുപോയിരുന്നു? അയ്യോ ദൈവമേ, ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടല്ലേ വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയത്. നീ എന്തിനാ ബൈബിൾ എടുക്കുന്നത്? അതല്ല ഞാൻ ബൈബിൾ എടുക്കുന്നത്. ഞാൻ പറയുന്നത് ബൈബിൾ എടുക്കണം. കോട്ടും സൂട്ടും ഇട്ടോട്ട് തീറ്റി തീറ്റി എന്ന് പറഞ്ഞ് ഞങ്ങളോട് കഴിച്ചിട്ട് കുടുംബത്തോടെ അറിയിക്കുകയാണ് ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓരോരുത്തർ 4000 രൂപ ഫൈൻ അടക്കേണ്ടി വരും.